2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിനെ സംബന്ധിച്ച ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ചുള്ള ചർച്ച. ശ്രീ എം വിൻസെന്റ്, 10 മിനിറ്റ്. സാർ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുകയാണ്. സാർ, ആദ്യമായി ഇവിടെ നീറ്റ് പരീക്ഷയുടെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രമേയത്തിന് ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് BJPയുടെ അംഗം നടത്തിയിട്ടുള്ള ഒരു പരാമർശം വളരെ ക്രൂരമായി പോയി. സാറ്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു എന്ന് കേരള നിയമസഭയിൽ വന്ന് പറയുന്നത്, ആ മരണപ്പെട്ട കുട്ടികളുടെ ആത്മാക്കളോടെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടെങ്കിൽ, സർ, അവരുടെ മാതാപിതാക്കളുടെ സങ്കടത്തിന് നിങ്ങൾ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രൂരമായ ഒരു പരാമർശം ഈ നിയമസഭയിൽ നിങ്ങൾ നടത്തുമായിരുന്നില്ല. സാറ്, ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഒരു വാചകം ഞാനിവിടെ സൂചിപ്പിക്കാൻ സാർ. അദ്ദേഹം പറഞ്ഞത് VD സതീശനും പിണറായി വിജയനും വിസ്മൃതിയിലേക്ക് പോകും, പക്ഷെ നമ്മുടെ കേരളമുണ്ടാകും. അദ്ദേഹം അത് പറഞ്ഞത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ആ കേരളത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും ഒരു പുതുയുഗ കേരളത്തെ സമ്മാനിക്കുന്നതിനുള്ള വിഷനും മിഷനുമാണ് സാർ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ ബഡ്ജറ്റ്. സാർ, ഒരു സമയവും കൊടുക്കുന്നില്ലല്ലോ സാർ. നിങ്ങൾ ഒരു മാസം തികയുന്നതിന് മുമ്പ് കുപ്പിവെള്ളവുമായി പ്രതിപക്ഷ നേതാവ് അവിടെ വന്നിരിക്കുകയാണ്. ഒരു മാസം തികയുന്നതിന് മുമ്പ് സാർ, ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാതെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം പെരുമാറുന്നത് ആദ്യമായിട്ടാണ് സാർ. നിങ്ങൾ മാത്രമല്ല, ഇവിടെ വേറെ BJP സാർ, സർക്കാർ അധികാരത്തിൽ വന്നത്, സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് മാസം 18-ാം തീയതി. 15-ാം തീയതി ആയപ്പോൾ മഹിളാ മോർച്ചക്കാർ ബസ്സിൽ കയറി സമരം ചെയ്യുകയാണ്. സാർ, ഏത് സർക്കാരാണ് സാർ? ഒരു സിനിമയിൽ ഇന്നസെന്റ് ചോദിച്ച പോലെ വേണമെങ്കിൽ അരമണിക്കൂർ നേരത്തെ പുറപ്പെടാം. സാർ, ഇതുപോലെ അപ്പം നിങ്ങളുടെ അജണ്ട നിങ്ങൾ സെറ്റ് ചെയ്തു. സർക്കാർ എന്തു ചെയ്താലും ഞങ്ങൾ സമരം ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട. വാഗ്ദാന ലംഘനം നടത്തി പോലും എന്നാണ് മെയ് 15-ന് കൊടുത്തില്ല എന്നുള്ളതാണ് ആക്ഷേപം. സാറ്, 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വർഷം 12 കഴിഞ്ഞു സാർ. വർഷം 12 കഴിഞ്ഞു. വാഗ്ദാന ലംഘനങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ തരണമോ? അന്നെല്ലാം വായ് മൂടിക്കെട്ടിയിരുന്നവരല്ലേ നിങ്ങൾ? ഇന്നിപ്പോൾ സമരവുമായി വന്നിരിക്കുന്നു. സാർ, നിങ്ങളുടെ നിയമസഭാ കക്ഷിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ നിയമസഭയിൽ ആദ്യം വന്നപ്പോൾ ഇതിൻ്റെ മുൻനിരയിലിരുന്നത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനാണ് സാർ. സാർ, ആ സംസ്ഥാന പ്രസിഡന്റിന്റെ പുറകിലേട്ടിരുത്തിയിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം മുമ്പിലോട്ട് മാറി. സാർ, മാറാത്തത് മാറുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. സാറ്, ഈ ബഡ്ജറ്റിൽ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന 2 പദ്ധതികൾ പ്രഖ്യാപിച്ചു സാർ. സാർ, നിങ്ങൾ അവസാനിപ്പിച്ച 2 പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഒരു ദുർബല ജനവിഭാഗം എന്നുള്ള നിലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിരുന്ന പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഭവന നിർമ്മാണ പദ്ധതി, ഇത് രണ്ടും നിങ്ങൾ നിർത്തലാക്കിയെങ്കിൽ അത് വീണ്ടും ആരംഭിക്കുകയാണ് സാർ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, പാവപ്പെട്ട, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സാർ ഒരു ദിവസം മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ 80 ലിറ്റർ 100 ലിറ്റർ മണ്ണെണ്ണ വേണം. സാർ, ആ മണ്ണെണ്ണയ്ക്ക് 100 രൂപ കഴിഞ്ഞിട്ടും വില വർദ്ധിപ്പിച്ചിട്ടും സബ്സിഡി നിങ്ങൾ 1 രൂപ പോലും കൂട്ടിയില്ല സാർ. ഇന്ന് 75 രൂപയുടെ സബ്സിഡിയാണ് സാർ ആക്കി മാറ്റിയിരിക്കുന്നത്. 75 രൂപ. സാർ, ഇവിടെ നിങ്ങൾ കാണേണ്ടത്, UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ വനവാസികൾക്ക് വനാവകാശ നിയമം, വനവാസികൾക്കായി മാറ്റി നിയമം കൊണ്ടുവന്നു.
സാർ കടലിന്റെ മക്കൾക്ക് വേണ്ടി എന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ ബഡ്ജറ്റ് അടിവരയിട്ട് പറയുകയാണ് സാർ. അതുപോലെ തന്നെ സാർ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലന പരിപാടി, തീരമേഖലയിലെ സ്ത്രീകൾക്കായി സ്വയം തൊഴിലിനായി SHG ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നത്, എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകും എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ഈ ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ മുന്നറിയിപ്പ് മൂലം ജോലിക്ക് പോകാത്ത മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാവാതിരിക്കാൻ വേണ്ടി അവന്റെ അടുപ്പ് പുകയുന്നതിന് പ്രത്യേകമായ വേതനം നൽകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റ്. സാർ നിങ്ങൾ 1-2 തവണ കൊടുത്തു സാർ. ഒരു വർഷം 100 ദിവസം പോലും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാലാവസ്ഥ മുന്നറിയിപ്പ് കൊണ്ട്. നിങ്ങൾ എത്ര ദിവസം കൊടുത്തു സാർ? ഞങ്ങൾ കൊടുക്കുമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. സാർ, തീരത്തുണ്ടാകുന്ന വികസന പദ്ധതികൾ, തീരദേശത്തുണ്ടാകുന്ന വികസന പദ്ധതികൾക്ക് തീരദേശവാസികൾക്ക് സംവരണം നൽകുമെന്ന ചരിത്രപരമായ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയും സാർ. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കടലിൽ വെച്ച് ഒരാൾക്കൊരു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടാൽ അദ്ദേഹത്തെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ അവർക്ക് മത്സ്യബന്ധനത്തിനിടയിൽ മരണപ്പെടുന്നവരുടെ ആനുകൂല്യം നൽകാൻ സർക്കാർ തയ്യാറാണ്. അങ്ങനെ ഹൃദയസ്തംഭനം മൂലമോ മറ്റോ മരണപ്പെടുന്നവർക്ക് വേറെ ഒരു സഹായവും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് സാർ. അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ സാർ, ഉദ്യോഗസ്ഥന്മാർ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വളരെ ക്രൂരമായ ചില ശിക്ഷാ നടപടികൾ സാർ, KMFR ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത്. പക്ഷെ അത് വളരെ വലിയ ശിക്ഷകളാണ് സാർ. രജിസ്ട്രേഷൻ ഇല്ലാത്ത യാനങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ, ലൈസൻസ് ഇല്ലെങ്കിലും 2.5 ലക്ഷം രൂപ വരെ, കരം വലിക്ക് 2.5 ലക്ഷം രൂപ, ലൈറ്റ് ഫിഷിംഗ് നടത്തിയാൽ 2.5 ലക്ഷം എന്ന് മാത്രമല്ല, അവർ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ മുഴുവനും പിടിച്ചെടുത്ത് അവർ ലേലം വിൽക്കുകയാണ് സാർ. ഇതൊരു ക്രൂരമായിട്ടുള്ളൊരു ശിക്ഷാ നടപടിയാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി എന്നുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സാർ. ഇവിടെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. പ്രിയദർശിനി ഈ കേരളത്തിലെ വനിതകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്രാ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് സാർ. ഇത് ഈ കഴിഞ്ഞ 15-ാം തീയതിയാണ് സാർ ഈ പദ്ധതി ആരംഭിച്ചത് സാർ. 15-ാം തീയതി മുതൽ ഈ 25-ാം തീയതി വരെയുള്ള 10 ദിവസം കൊണ്ട് 28,27,4,068 രൂപയുടെ സഹായമാണ് സാർ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ളത്. വെറും 10 ദിവസം കൊണ്ട് സാർ. അത് ഒരു വർഷമാകുമ്പോൾ 1,100 കോടി രൂപ ഈ നാട്ടിലെ വനിതകൾ വഴി അവരുടെ കുടുംബങ്ങളിൽ എത്തുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം സാർ. ഇവിടെ ഈ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആദ്യമായി 2016 അധികാരത്തിൽ വരുമ്പോൾ 44,000 തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഈ സ്ഥാപനം ഇന്ന് എല്ലും തോലുമായിട്ടാണ്, വേണ്ടി പറഞ്ഞാൽ തകരപ്പാട്ടയുടെ അവസ്ഥയിലാണ് ഇന്ന് ഈ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സാർ. കാലാവധി കഴിഞ്ഞ 2000-ത്തിലധികം ബസ്സുകളാണ് സാർ ഇപ്പോഴുള്ളത് സാർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളുമില്ല. ഇന്ന് പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ MLA-മാരുടെ MLA ഫണ്ട് ഉപയോഗിക്കാൻ ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ എല്ലാ MLA-മാരും ഒരു 3 ബസ് വീതം വാങ്ങിക്കൊടുത്താൽ 420 പുതിയ ബസ്സുകൾ ഈ പ്രിയദർശിനി സർവീസിനായി നമുക്ക് രംഗത്തിറക്കാൻ കഴിയും സാർ. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ ഇറക്കിയാൽ ആദ്യമായി ഞാൻ എൻ്റെ MLA ഫണ്ടിൽ നിന്ന് 3 ബസ് വാങ്ങാൻ എൻ്റെ സന്നദ്ധത ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് സാർ, കേരളത്തെ അറിയാത്തവരും കോവളത്തെ അറിയും എന്നുള്ളതാണ് ഇവിടെ പഴയ നമ്മുടെ ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞത്. പക്ഷെ എന്താണ് സാർ ഇന്നത്തെ സ്ഥിതി? കോവളം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഇന്ന് പോയാൽ തെരുവ് വിളക്കുകൾ പോലും കത്തുന്നില്ല സാർ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സാർ. 2017 മുതൽ 8 പദ്ധതികൾ തെരുവ് ലൈറ്റുകൾ കത്തിക്കാൻ വേണ്ടി 2,16,82,851 രൂപ ചെലവാക്കി സാർ. ഇത് എവിടെ പോയി സാർ? ഒരു വിളക്കും കത്താതിരിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് പ്രത്യേകമായി അന്വേഷിക്കുകയും അവിടെ പ്രത്യേകമായി ലൈറ്റുകൾ തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിനും, അതുപോലെ തന്നെ അടിസ്ഥാനം സഞ്ചാരികൾ വന്നാൽ
അവിടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പോലും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് സാർ എന്നുള്ളത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഈ ടൂറിസം രംഗത്ത് സമഗ്ര ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ അവിടെ വരണം, അവിടെ വന്നത് പരിശോധിക്കണം, പരിശോധിച്ചു വേണ്ട കറക്റ്റീവ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞാൻ ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടൂറിസത്തെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് ഒരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ്. അത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഇലക്ട്രിസിറ്റി അടക്കമുള്ള ഡിസ്കൗണ്ടുകൾ അടക്കമുള്ള പല കാര്യങ്ങളും അതിനകത്ത് നൽകാൻ കഴിയും. അത് കേരളത്തെ ടൂറിസത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം മാത്രം 48,000 കോടി രൂപയുടെ വരുമാനമാണ് ഈ ടൂറിസം മേഖലയിൽ ഉണ്ടായത്. അത് വ്യവസായമായി പ്രഖ്യാപിച്ചതിന്റെ അനുകൂലമായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമുക്കതൊരു 70,000 80,000 കോടിയിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.